ആ അപ്പോ കല്യാണി അഞ്ചാമത്തെ പ്രോപ്പർട്ടി ഒന്ന് വായിച്ചേ. sir. Integral minus a to a f of x dx is equal to 0 if f of x is sorry sir f of x dx is equal to 2 into integral 0 to a f of x dx if f is even function of x. f of x dx f of x എന്ത് ഫംഗ്ഷൻ ആകുമ്പോ ഈവൻ ഫംഗ്ഷൻ ഓഫ് എക്സ്. ഞാൻ ബോർഡ് സ്ക്രീനിൽ എഴുതുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? കാണാം സർ. അപ്പൊ നോക്കുക, ഇന്റഗ്രൽ മൈനസ് എ ടു എ. നിങ്ങൾ ആദ്യ ലിമിറ്റ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന്. ആർക്കും പറയാം, കല്യാണിയുടെ പേര് വെച്ചാൽ കല്യാണിയുടെ വായിക്കാൻ പറഞ്ഞതേ ഉള്ളൂ. ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും തോന്നുന്ന പ്രത്യേകതകൾ പറയാം. ഇന്റഗ്രൽ മൈനസ് എ ടു എ എന്ന ലിമിറ്റിന് എന്താ പ്രത്യേകതയുള്ളത്? ഹലോ, ആരും മിണ്ടുന്നില്ല. ഇന്റഗ്രൽ മൈനസ് എ ടു എ എന്ന് പറയുന്ന ലിമിറ്റിന് എന്താ പ്രത്യേകതയുള്ളേ? ഒരു നമ്പറിന്റെ നെഗറ്റീവും നെഗറ്റീവ് ലോവർ ലിമിറ്റിലും പോസിറ്റീവ് അപ്പർ ലിമിറ്റിലും വരുന്നു. അപ്പൊ നമുക്ക് അതിന്റെ വില എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നാ പറഞ്ഞേക്കുന്നത്? 2 into ഇന്റഗ്രൽ 0 to a f of x dx. ഇങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ആയ എഫ് ഓഫ് എക്സ് എന്ത് ഫംഗ്ഷൻ ആകണം? ഈവൻ ഫംഗ്ഷൻ ആകണം. ഓക്കെ, ഇനിയും നിങ്ങൾ ഈ പുതുക്കിയ സിലബസ് അനുസരിച്ച് നിങ്ങൾ ഈവൻ ഫംഗ്ഷൻ പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ ഈവൻ ഫംഗ്ഷൻ എന്താണെന്ന്? ഇല്ല, ശ്രദ്ധിച്ചിരിക്കുക, ഇത്രയേ ഉള്ളൂ. ഈവൻ ഫംഗ്ഷന്റെ തിയറട്ടിക്കൽ ഐഡിയ ഇതാണ്: എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു എന്തായാൽ എഫ് ഓഫ് എക്സ് ആയാൽ ആ ഫംഗ്ഷനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈവൻ ഫംഗ്ഷൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ ആണെന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു നമ്പറിന്റെ മുകളിൽ ഫംഗ്ഷൻ അപ്ലൈ ചെയ്താൽ ഉത്തരമെന്ന് പറയുന്നത് ആ നമ്പറിന്റെ എന്തായിരിക്കും? അപ്പൊ നമുക്ക് അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് മൈനസ് എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ ഉത്തരം എന്തോ വരും? മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ. നെഗറ്റീവിന്റെ സ്ക്വയർ എടുത്താൽ പോസിറ്റീവ് കിട്ടും. എക്സിന്റെ സ്ക്വയർ ആരാ? ഇതാരാ ഈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്? എഫ് ഓഫ് എക്സ്. അതായത് എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ എന്തായാൽ എഫ് ഓഫ് എക്സ് അല്ലേ കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് പറയാം, നമ്മൾ ഈ എഴുതിയ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് സ്ക്വയർ എന്ന് പറയുന്ന ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നിങ്ങളുടെ ഓർമ്മയിൽ ട്രിഗണോമെട്രിയിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും പറയാമോ? കോസ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ഉത്തരം എന്താണ്? വേറൊരാളോട് ഉണ്ടായിരുന്നു, അതാരാ? സീക്ക് ഓഫ് മൈനസ് എക്സ് ഈക്വൽ ടു സീക്ക് എക്സ്. നോക്കിക്കേ, ഇവരിൽ രണ്ടുപേരിലും എഫ് ഓഫ് മൈനസ് എക്സിന്റെ വിലയും എഫ് ഓഫ് എക്സിന്റെ വിലയും ഒന്ന് തന്നെയല്ലേ? ആണോ? അപ്പോൾ ഇവർ രണ്ടുപേർ എന്ത് ഫങ്ഷൻസ് ആണ്? ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇനി സ്ക്രീനിന്റെ ഏറ്റവും മുകളിലോട്ട് നോക്കുക. ഇന്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സിനെ നമുക്ക് എങ്ങനെ എഴുതാം? എങ്ങനെ എഴുതാം? 2 integral 0 to a f of x dx. 2 into integral 0 to a f of x dx എഴുതാം. പ്രോപ്പർട്ടി 5 എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഓക്കെ, എങ്കിൽ നമുക്ക് പ്രോപ്പർട്ടി 6ലേക്ക് പോകാം. പ്രോപ്പർട്ടി 6 നജ ഒന്ന് വായിച്ചേ. Integral minus a to a f of x dx is equal to 0
if f of x is an odd function of x. അപ്പൊ നിങ്ങൾ നജ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ഈ അഞ്ചാമത്തെ പ്രോപ്പർട്ടിയും ആറാമത്തെ പ്രോപ്പർട്ടിയും കണ്ടാൽ കാഴ്ചയിൽ എങ്ങനെയാണ്? തുടക്കം ഒരേപോലെയാണ്. ഒരേപോലെ. പിന്നെ എന്തിനാ വ്യത്യാസമുള്ളത്? 0 ആണ് ഇതിൽ വരുന്നത്. ആൻസറിലുള്ള വ്യത്യാസമാണ്. ഒരിടത്ത് 2 into എന്ന് പറഞ്ഞ ആൻസർ വരും. അതെവിടായിരുന്നു? പ്രോപ്പർട്ടി 5. അപ്പൊ പ്രോപ്പർട്ടി 5 ആണ് നമ്മൾ എങ്ങനെ തീരുമാനിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന ഫംഗ്ഷൻ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോ ഈവൻ ഫംഗ്ഷൻ ആകുമ്പോ ഇവിടെ ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആണ്. അപ്പോ എന്തായിരിക്കും ഓഡ് ഫംഗ്ഷൻ? ആർക്കെങ്കിലും പറയാമോ? എഫ് ഓഫ് മൈനസ് എക്സ് ഇസ് ഈക്വൽ ടു വരട്ടെ മൈനസ് എഫ് ഓഫ് എക്സ് ആകുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഓഡ് ഫംഗ്ഷൻ. ഒരു ഉദാഹരണം പറഞ്ഞാൽ എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ് ആണെന്ന് വിചാരിക്കുക. എഫ് ഓഫ് എക്സ് ഈക്വൽ എക്സ് ക്യൂബ്. അപ്പൊ ഇത് എഫ് ഓഫ് മൈനസ് എക്സ് ആകുമ്പോ എന്തോ ഒരു ഉത്തരം? മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ്. മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ്. നെഗറ്റീവിന്റെ ക്യൂബ് എടുത്താൽ നെഗറ്റീവ് കിട്ടും. എക്സിന്റെ ക്യൂബ് എക്സ് ക്യൂബ് മൈനസ് ഈ എക്സ് ക്യൂബിനെ അല്ലേ നിങ്ങൾ എന്ത് വിളിച്ചത്? എഫ് ഓഫ് എക്സ്. അപ്പൊ എഫ് ഓഫ് മൈനസ് എക്സ് ഈക്വൽ എന്ത് വന്നു? മൈനസ് എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് വന്നു. അപ്പൊ ഇത് എന്ത് ഫംഗ്ഷനാ? ഓഡ് ഫംഗ്ഷൻ. ഇതുപോലെ നിങ്ങൾ ട്രിഗണോമെട്രിയിൽ നജയെ ചില ഫംഗ്ഷനുകളെ പഠിച്ചിട്ടുണ്ടോ? ഒരാളുടെ പേര് പറയാമോ? നജ ഇല്ലയോ ക്ലാസ്സില്? ഹലോ നജ. സാർ, ഇതേപോലെ വരുന്ന ചില ഫംഗ്ഷനുകൾ നമ്മൾ ട്രിഗണോമെട്രി പഠിച്ചിട്ടുണ്ട്. പറയാമോ ആരാണെന്ന്? രണ്ടെണ്ണം ഈവൻ വരുന്നത് പറഞ്ഞു എങ്കിൽ നജയ്ക്ക് ഐഡിയ കിട്ടേണ്ടതാണ്. സൈൻ ഓഫ് മൈനസ് എക്സ് എന്തുവാ നജേ? സോറി സാർ, മൈനസ് സൈൻ ഓഫ് മൈനസ് സൈൻ എക്സ്. ടാൻ ഓഫ് മൈനസ് എക്സോ? മൈനസ് ടാൻ എക്സ്. മൈനസ് ടാൻ എക്സ്. കൊസീക് ഓഫ് മൈനസ് എക്സോ? മൈനസ് കൊസീക് എക്സ്. മൈനസ് കൊസീക് എക്സ്. അടുത്തത് കോട്ട് ഓഫ് മൈനസ് എക്സോ? മൈനസ് കോട്ട് എക്സ്. അപ്പൊ ട്രിഗണോമെട്രിയിലെ ഈ 4 ഫംഗ്ഷനുകളും എന്ത് ഫംഗ്ഷൻസ് ആണ്? ഓഡ് ഫംഗ്ഷൻ. ഓഡ് ഫംഗ്ഷൻ ആണ്. 2 ഫംഗ്ഷൻ എന്ത് ഫംഗ്ഷൻ ആണ്? ഈവൻ ഫംഗ്ഷൻ. ഈവൻ ഫംഗ്ഷൻ ആണ്. ഓക്കെ. ആറാമത്തെ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായോ? ആരും മിണ്ടുന്നില്ല. ആറാമത്തെ പ്രോപ്പർട്ടി എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. എങ്കിൽ നമുക്ക് 7ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. 7ാമത്തെ പ്രോപ്പർട്ടി 0 ഒന്ന് വായിച്ചേ. Integral a to b f of x dx equal integral a to b f of a plus b minus x into dx. F of a plus b minus x dx. യഥാർത്ഥത്തിൽ ഇതിനകത്തിൽ നിന്നുണ്ടാക്കിയെടുത്ത ഒരു പ്രോപ്പർട്ടിയാണ്. ആർക്കെങ്കിലും പറയാമോ ആ പ്രോപ്പർട്ടി ഏതാണെന്ന്? ഇതിനകത്തിൽ ചില മാറ്റങ്ങൾ വരുത്തിയപ്പോഴാണ് നമ്മൾ ഇതിനു മുമ്പേ പഠിച്ച ഒരു പ്രോപ്പർട്ടി നമുക്ക് കിട്ടിയത്. ആർക്കെങ്കിലും പറയാമോ? 4ാമത്തെ പ്രോപ്പർട്ടി. ഏത് പ്രോപ്പർട്ടിയാണ്? അതായത് ഡി എഴുതി വെച്ചിരിക്കുന്ന പ്രോപ്പർട്ടിക്കകത്തിൽ എക്ക് 0 കൊടുക്കണം, ബിക്ക് പകരം എന്തെന്നും കൊടുക്കണം എന്ന് പറഞ്ഞു നോക്കിക്കേ. എ ടു ബി എന്തായിട്ട് മാറും? 0 to a f of x dx is equal to integral 0 to a f of 0 plus a minus x. 0 plus a minus x. അപ്പോ നോക്കിക്കേ, ഇവിടെ ലോവർ ലിമിറ്റിൽ ഒരു നമ്പർ, അപ്പർ ലിമിറ്റിൽ മറ്റൊരു നമ്പർ. f of x dx is equal to ലിമിറ്റ് മാറുന്നുണ്ടോ? ലിമിറ്റ് മാറുന്നുണ്ടോ പൂജേ? ഇല്ല. ഫംഗ്ഷൻ മാറുന്നുണ്ടോ? ഇല്ല. 2 എഫ് തന്നെ. പിന്നെ എന്തിലാ മാറ്റം ഉണ്ടായത്?
വേരിയബിൾ എന്ത് മാറ്റം ഉണ്ടായി? ലോവർ ലിമിറ്റ് പ്ലസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ് എന്ന മാറ്റം ഉണ്ടായി. ഇത്രയും ക്ലിയർ ആയോ? ആ, എട്ടാമത്തെ 9ാമത്തെയും പ്രോപ്പർട്ടി അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ? ഉണ്ടോ? ഉണ്ട് സർ. അത് പ്രോബ്ലം വരുമ്പോ ഞാൻ എന്ത് ചെയ്യാം? പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഈ 3 പ്രോപ്പർട്ടിയും കൂടെ എല്ലാവർക്കും മനസ്സിലായല്ലോ? ആയോ? ഇനി നമ്മള് അതിന്റെ പ്രോബ്ലത്തിലേക്ക് പോകാൻ പോവാണ്. എഴുതുക പ്രോബ്ലം. എടുത്തോ? എഴുതിക്കോളൂ ചോദ്യം. പ്രൂവ് ദാറ്റ്, അല്ല, ഹെഡിങ് എഴുതേണ്ടത് 2024 മാർച്ച്. 2024 മാർച്ച്. എഴുതിയോ? ചോദ്യം. പ്രൂവ് ദാറ്റ് ഇന്റഗ്രൽ 0 to π/4 log of 1 plus tan x dx is equal to π/8 log 2. π/8 log 2. ചോദ്യം എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ആദ്യത്തെ ചോദ്യം. ഇങ്ങനെ ഒരു കണക്ക് നിങ്ങളെ സ്കൂളിൽ പഠിപ്പിച്ചോ? മിണ്ടുന്നില്ല. പഠിപ്പിച്ചെങ്കിൽ ഉത്തരം പറയൂന്ന് പറയാൻ വേണ്ടിയിട്ടല്ല എന്റെ ചോദ്യം. നിങ്ങളെ ഇങ്ങനെ ഒരു കണക്ക് പഠിപ്പിച്ചോ? ഇല്ല സർ. ഇല്ല. ഒരാളെ മറുപടി കിട്ടി. ബാക്കിയുള്ളവര് പഠിപ്പിച്ചു സർ. പഠിപ്പിച്ചു. ഈ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടായിരുന്ന ഒരാള് ഭവപ്രിയാണ്. ഭവപ്രിയ അല്ലാതെ ഇപ്പൊ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന ആരുടെയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് ഉണ്ടോ? ഇന്ന് പ്ലസ് ടുക്കാരുടെ പ്രതികരണം വളരെ ശോചനീയമാണല്ലോ. ഭവപ്രിയ അല്ലാതെ മറ്റാരുടെയെങ്കിലും കയ്യിൽ പുതിയ ടെക്സ്റ്റ് ബുക്ക് ഇരിപ്പുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. അഞ്ജുവിന്റെ ഇരിക്കുന്ന ടെക്സ്റ്റ് ഒന്ന് എടുത്തട്ടെ. ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ എക്സസൈസ് ഒന്ന് എടുത്തേ. എടുത്തോ? ഒരു മിനിറ്റ്. അതായത് ആ ചാപ്റ്ററിലെ ഏറ്റവും ലാസ്റ്റ് എക്സസൈസാ. എടുത്തു സർ. അതിന്റെ ഏതാണ്ട് അവസാന ഭാഗത്തോട്ട് വരുമ്പോ ഇതേ ക്വസ്റ്റ്യൻ അവിടെ കിടപ്പുണ്ടോ നോക്കിക്കേ. ഉണ്ടോ? നോക്കട്ടെ. കണ്ടില്ലേ അഞ്ജു? ഇന്റഗ്രൽ 0 π/4 log 1 plus tan x dx ഉണ്ട്. അതിന്റെ അപ്പുറത്തെ ഭാഗമില്ല. ഈസ് ഈക്വൽ ടു π/8 log 2 ഒന്നില്ല. ഇല്ല. അപ്പോ ഇത് നിങ്ങളുടെ എക്സസൈസ് എത്ര? 7.11. 7.11 എന്നാണ് കൊടുത്തേക്കുന്നത്. 2022 ടെക്സ്റ്റാ. അങ്ങനെ കൊടുത്തേക്കുന്നത്. ഓക്കെ, അത് ക്വസ്റ്റ്യൻ നമ്പർ പറഞ്ഞേ. 8. അപ്പൊ നിങ്ങൾ അവിടെ ഒന്ന് എഴുതിയിട്ടേക്ക ക്വസ്റ്റ്യന്റെ സൈഡിലോട്ട്. ക്വസ്റ്റ്യൻ നമ്പർ 8 എന്ന് കേട്ടോ. എക്സസൈസ് നമുക്ക് ക്ലാസ് വരുമ്പോൾ ഞാൻ കറക്റ്റ് ചെയ്ത് പറയാം കേട്ടോ. പ്ലസ് ടു കാര്യം പറഞ്ഞത് കേട്ടോ. ഓക്കെ, നമ്മൾ ഒരുമിച്ച് പ്രോബ്ലം ചെയ്ത് തുടങ്ങുകയാണ്. ഒന്നുമില്ല, ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ എന്തെന്ന് വിളിക്കുക? ആരും മിണ്ടുന്നില്ല. ലെറ്റ് I equal integral 0 to π/4 log of 1 plus tan x dx. തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ നമ്മൾ എന്ത് വിളിച്ചു?
ഐ എന്ന് ഐ എന്ന് വിളിച്ചു. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല സർ. ഇല്ല. അതിന്റെ കൂടെ തന്നെ എഴുതേണ്ട ഒരു സ്റ്റെപ്പ്, ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4 എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. ഇത്രയും ഓക്കെ ആണോ? തന്നിരിക്കുന്ന ക്വസ്റ്റിനെ നമ്മൾ ഐ എന്ന് വിളിച്ചു. അത് ഇവിടെ കിട്ടിയോ? ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4. നമ്മുടെ ക്വസ്റ്റ്യനിലെ ഇന്റഗ്രൽ ലിമിറ്റും അതുപോലെ എഴുതി. പക്ഷെ ലോഗ് ഓഫ് 1 + tan x നമ്മൾ എന്ത് വിളിക്കുന്നു? അത്ര ഓക്കെ ആയോ? ഇനി നിങ്ങൾ ക്വസ്റ്റ്യനിലെ ലിമിറ്റ് ഒന്ന് നോക്കിക്കേ. ലോവർ ലിമിറ്റിൽ ആരാണ്? 0. അപ്പർ ലിമിറ്റിൽ ആരാണ്? അപ്പൊ ഏത് പ്രോപ്പർട്ടി ആയിരിക്കും അപ്ലൈ ചെയ്യണം നമ്മൾ പഠിച്ചനുസരിച്ച്? അപ്പൊ എഴുതുക, യൂസിങ് പ്രോപ്പർട്ടി 4 എഴുതിയോ? എഴുതി സർ. Again I is equal to ഇന്റഗ്രൽ 0 to π/4. ആർക്കെങ്കിലും പറയാമോ നാലാമത്തെ പ്രോപ്പർട്ടി എന്തുവായിരുന്നെന്ന്? എഫ് ഓഫ് a minus x ഇവിടെ പറയുമ്പോ എങ്ങനെ പറയണം? log 1 + tan x. എ മൈനസ് എക്സ് മീൻസ് അപ്പർ ലിമിറ്റ് മൈനസ് എക്സ്. ഇവിടുത്തെ അപ്പർ ലിമിറ്റ് ആരാ? π/4. ഇപ്പൊ കാര്യം ഇവിടെ കിട്ടിയോ? മനസ്സിലായി സർ. This is equal to ഇന്റഗ്രൽ 0 to π/4. എന്താണ് ഈ എഫ് ഓഫ് π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ അർത്ഥം? അത് കൊള്ളാം. എഫ് ഓഫ് π/4 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്തു അർത്ഥം? എഫ് ഓഫ് എക്സിലെ എക്സിന് പകരം π/4 മൈനസ് എക്സ് കൊടുക്കാം. അത്രേ ഉള്ളൂ. അപ്പൊ ഒന്ന് പറഞ്ഞ ശിവഗംഗെ, ലോഗ് ഓഫ് ലോഗ് ഓഫ് 1 പ്ലസ് 1 പ്ലസ് π/4 മൈനസ് എക്സ് tan ഓഫ് π/4 മൈനസ് എക്സ് ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഓക്കെയാണ് സർ. അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4 ലോഗ് ഓഫ് 1 പ്ലസ് വേണ്ടേ. ഈ പ്ലസിന് ശേഷം കിടക്കുന്ന ആളിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വല്ല പരിചയം തോന്നുന്നുണ്ടോ? വേണമെങ്കിൽ ഹിന്റ് പറയാം. +1 റിസൾട്ട് ആണ്. tan x minus tan y. tan x minus tan y അല്ല, tan ഓഫ് x minus y. എന്തോ tan ഓഫ് x minus y? tan x minus tan y by 1 plus tan x tan y. tan x minus tan y divided by 1 plus tan x tan y. അപ്പൊ ഈ റിസൾട്ട് ഇവിടെ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സ്റ്റെപ്പ് പറഞ്ഞേ വൃന്ദേ. ഹലോ വൃന്ദ ഇല്ലയോ? പറഞ്ഞോട്ടെ. tan π/4 tan π/4 minus x മൈനസ് വലതുവശത്തെ റിസൾട്ട് നോക്കി പറ. ഹലോ വൃന്ദ മിണ്ടുന്നില്ല. ഗോപിക എന്ന് പറഞ്ഞേ. tan π/4 minus tan x minus tan x whole divided by the whole divided by 1 plus tan π/4 tan x. 1 tan π/4 tan x. ഇത്ര ഓക്കെ ആണോ എല്ലാവർക്കും? ഇത്ര ഓക്കെ ആണോ? ഓക്കെയാണ് സർ. ഞാൻ അടുത്ത പേജ് എടുക്കുകയാണ്. ഇവിടെ വരെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ? എന്റെ പിള്ളേര് ഇവിടം വരെ ഓക്കെ ആണോ? ഇല്ല സർ. ഓക്കെ. അപ്പൊ ബാക്കി പറഞ്ഞാട്ടെ. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to π/4
log of 1 പ്ലസ് കണ്ടേ ആ പിന്നെ കിടക്കുന്ന ടേമുകളിൽ ചിലരുടെ വില നിങ്ങൾക്കറിയാം. എന്തുവാ വില? tan pi by 4 ആ 1. tan pi by 4 എത്ര? 1. ആ അപ്പൊ 1 ആ വില കൊടുത്ത് പറഞ്ഞാട്ടെ. 1 minus tan x by 1 plus tan x. 1 പ്ലസ് tan x dx. ഇവിടെ വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടെ വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പോ നമുക്ക് എഴുതാം ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 4 log of വേണ്ടേ ഈ ആദ്യം കിടക്കുന്ന 1നെ നിങ്ങൾക്ക് 1/1 എന്ന് എഴുതാമോ? എഴുതാം സർ. പ്ലസ് 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan x ദ ഹോൾ ഇൻറ്റു dx. ശരിയാണോ? ശരിയാണോ? ആണ് സർ. ഈക്വൽ ഇന്റഗ്രൽ 0 to pi by 4 log ഓഫ് ഇവിടെ നിങ്ങൾ ഇനി എന്ത് ചെയ്യും? ക്രോസ് മൾട്ടിപ്ലൈ. അപ്പൊ അതാണ്ട് 1ഉം 1 പ്ലസ് tan x കൂടി ഇൻറ്റു ചെയ്യണം. അപ്പൊ എന്ത് കിട്ടും? 1 plus tan x. 1 പ്ലസ് tan x പ്ലസ് ഇനി ആരെയൊക്കെ ഇൻറ്റു ചെയ്യണം? 1 1 minus tan x. അപ്പൊ എന്ത് കിട്ടും? 1 minus tan x. 1 മൈനസ് tan x ഡിവൈഡഡ് ബൈ 1 plus tan x. 1 പ്ലസ് tan x. ഈ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റെപ്പിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഇൻറ്റു dx. ഇവിടെ വരെ എല്ലാവരും എഴുതിയോ? എഴുതി. ഈക്വൽ ഇന്റഗ്രൽ 0 to pi by 4 log ഓഫ് ഈ ന്യൂമറേറ്ററിൽ നിന്ന് ആരെങ്കിലും കട്ടായി പോകുമോ? 1 plus tan x. അങ്ങനെ ക്യാൻസൽ ആയി പോകുന്നു. ന്യൂമറേറ്ററിൽ നിന്ന് ആര് ക്യാൻസൽ ആയി പോകും? Tan x. പ്ലസ് tan x മൈനസ് tan x ക്യാൻസൽ ആയി പോകും. ഒന്നുകൂടെ കൂട്ടിയാൽ 2. അപ്പൊ 2 1 plus tan x. 1 പ്ലസ് tan x dx. dx. ഇവിടെ വരെ ഓക്കെ ആണോ? ഓക്കെ. ഈക്വൽ ഇന്റഗ്രൽ 0 to pi by 4 ഇവിടെ നിങ്ങൾക്ക് ലോഗിന്റെ ഒരു പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. ഏത് പ്രോപ്പർട്ടി ആണെന്ന് പറയാമോ? log a by b. സൈഡിലോട്ട് എഴുതിയിട്. ലോഗ് ഓഫ് a by b ഈക്വൽ log a minus log b. ലോഗ് a മൈനസ് ലോഗ് b. ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് കിട്ടും? ഉത്തരം പറഞ്ഞു. ശരിയാ? log 2 minus ലോഗ് 2 മൈനസ് log 1 plus tan x. ലോഗ് ഓഫ് 1 പ്ലസ് tan x അത്രയും ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം. ദ ഹോൾ ഇൻറ്റു dx. ഇത്ര ഓക്കെ ആണോ? ആണ് സർ. ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന 2 ടേമുകൾ കൂടെ കോമൺ ആയിട്ടുള്ളതല്ലേ ആ വെളിയിൽ കിടക്കുന്ന 0 to pi by 4 എന്ന് പറയുന്നേ? ഇന്റഗ്രൽ 0 to pi by 4. അപ്പൊ അതങ്ങ് അവർക്ക് 2 പേർക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാമല്ലോ. അപ്പൊ സെപ്പറേറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങള് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to pi by 4 log 2 dx മൈനസ് ഇന്റഗ്രൽ 0 to pi by 2 pi by 2 ആണോ? pi by 4 pi by 4 log 1 plus tan x 1 dx. പ്ലസ് tan x dx. ഇത്ര ഓക്കെ ആണോ? ഇത്ര ഓക്കെ ആണോ? ഓക്കെ. നിങ്ങൾ ഈ ആദ്യത്തെ ഇന്റഗ്രൽ നോക്കിയാൽ അതിൽ ഒരാള് കോൺസ്റ്റന്റ്. ആർക്കെങ്കിലും പറയാമോ? log 2. അപ്പൊ അതിങ്ങ് മാറ്റി നിർത്താം. ലോഗ് 2 ഇൻറ്റു ഇന്റഗ്രൽ 0 to pi by 4 ബാക്കി dx. ഇനി ഇതിന് ശേഷം കിടക്കുന്ന ആളിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പരിചയമുണ്ടോ? അതുകൊണ്ട് ഇയാളെ ഞാൻ ഈ വട്ടം വരച്ച ആളെ ആരാ? പറഞ്ഞോ. ശരിയാ? ക്വസ്റ്റ്യൻ അയാളെ നമ്മൾ ഐ എന്ന് വിളിച്ചേ. അപ്പൊ മൈനസ് ഇതിന് പകരം എന്തെന്ന് കൊടുക്കാം? ഐ. നിങ്ങൾ
എപ്പോ എഴുതി തുടങ്ങി ഇത്രയും എഴുതി വന്ന സ്റ്റെപ്പിന് ഒരു LHS ഉണ്ട്, ആർക്കെങ്കിലും പറയാമോ? I is equal to ആ, അപ്പൊ ഈ ഇടതുവശത്തിന് പകരം നമുക്ക് എന്ത് എഴുതാം? LHSന് പകരം I equal I ഈക്വൽ log 2 into integral 0 to pi by 4 dx മൈനസ് I എന്ന് എഴുതാമല്ലോ. എഴുതാമോ? എഴുതാം സർ. ഞാൻ എഴുതാം, സർ. ഈ മൈനസ് ഐയെ കൂടെ ഞാനെങ്കിൽ ലെഫ്റ്റിലോട്ട് കൊണ്ടു. അപ്പൊ എന്ത് കിട്ടും പറഞ്ഞാട്ടെ? I പ്ലസ് I is equal to ആ. log 2 നിക്കട്ടെ. ഇന്റഗ്രൽ dx ആരാ? x x to the limit 0 to pi by 4 I plus I 2i 2i ഈക്വൽ log 2 into ഇവിടെ ആദ്യ അപ്പർ ലിമിറ്റ് പിന്നെ ലോവർ ലിമിറ്റ് പറഞ്ഞാട്ടെ? pi by 4 minus 0 pi by 4 minus 0. അപ്പോ 2i is equal to log 2 into log 2 into pi by 4. വേണ്ടേ? ഈ രണ്ടും ഈ നാലൂടെ വെട്ടാൻ പറ്റത്തില്ല കേട്ടോ. കേട്ടോ? അപ്പൊ ഐയുടെ വില എന്ത് കിട്ടും? I ഈക്വൽ pi by 8 log 2. ഈ pi by 4 എങ്ങനെ pi by 8 ആയത്? LHS 2 RHS 1/2 ആയി. 1/2 ആയിട്ട് പോലെ pi by 8 pi by 8 log 2. ഇതല്ലേ പ്രൂവ് ദാറ്റ് എന്ന് പറഞ്ഞേക്കുന്നേ? ഇതല്ലേ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ? ഇതല്ലേ പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ? ആണ് സർ. ഓക്കെ. 2024 മോഡൽ 2024 മോഡൽ ക്വസ്റ്റ്യൻ പറയട്ടെ. പറഞ്ഞു സർ. ഇവാലുവേറ്റ് integral 0 to pi by 2 sin cube xa divided by sin cube xa plus cos cube x dx. ഇതും 3 മാർക്കിന്റെ ഒരു ചോദ്യമാണ്. എത്ര മാർക്കിന്റെ ചോദ്യമാണ്? 3 മാർക്കിന്റെ. ഓക്കെ. ചോദ്യം ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല. ശരി, നമുക്ക് തുടങ്ങാം. ആദ്യ വിനായക, എന്തായിരിക്കും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്? ഇപ്പൊ ഒരു പ്രോബ്ലം ചെയ്ത പോലെ തന്നെ എന്തായിരിക്കും ഫസ്റ്റ് സ്റ്റെപ്പ്? ഈക്വൽ f of x dx. അല്ല, ആദ്യം ഇതിനെ എന്ത് വിളിക്കണം? I എന്ന് വിളിക്കണം. എഴുതുക. ലെറ്റ് I is equal to integral 0 to pi by 2 പറഞ്ഞ ആദ്യ വിനായക. അപ്പൊ ആദ്യ വിനായക ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ വരുമല്ലോ. sin cube xa divided by sin cube x plus cos cube x dx is equal to integral 0 to pi by 2 f of x dx. Equation number 1. ഓക്കെ. ഇനി എന്തുവാ അടുത്ത സ്റ്റെപ്പ്? അമൃത എന്ന് പറഞ്ഞ എന്തുമായിരിക്കും അമൃത അടുത്ത സ്റ്റെപ്പ്? ഏത് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യണം? നാലാമത്തെ. അമൃതയ്ക്ക് എങ്ങനെ മനസ്സിലായി നാലാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യേണ്ടതെന്ന്? സീറോയും നമ്പരും പറഞ്ഞാട്ടെ. യൂസിങ് പ്രോപ്പർട്ടി ഫോർ ഇന്റഗ്രൽ 0 to pi by 2 f of pi by 2 minus x dx. ദേവനന്ദേ, ഇത് അപ്ലൈ ചെയ്തിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ. ഇന്റഗ്രൽ 0 to pi by 2
എന്താണ് ഈ എഫ് ഓഫ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞ അർത്ഥം? ദേവനന്ദ ഫംഗ്ഷൻ എക്സ് ഉള്ളിടത്ത് പൈ ബൈ 2 മൈനസ് എക്സ് ഫംഗ്ഷനിൽ എവിടൊക്കെ എക്സ് ഉണ്ടോ അവിടെ എല്ലാം പൈ ബൈ 2 മൈനസ് എക്സ് കൊടുക്കണം. അപ്പൊ പറഞ്ഞാട്ടെ. സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ്. ഒരു സെക്കൻഡ്. സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ് ബൈ സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ്. സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ് പ്ലസ് കോസ് ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ്. പൈ ബൈ 2 മൈനസ് എക്സ് ഡി എക്സ്. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. അപ്പോ സ്ക്രീനിൽ സ്ഥലമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത പേജ് എടുക്കുകയാണ്. അപ്പൊ ഇവിടം വരെ ഓക്കെ ആണെങ്കിൽ എനിക്ക് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റും. അല്ല, ഒരു കാര്യം കൂടി ഇവിടെ എഴുതുമെങ്കിൽ നിങ്ങൾ കൺഫ്യൂഷൻ വരും. ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to പൈ ബൈ 2. സുഹൃത്തുക്കളെ ശ്രദ്ധിച്ചിരിക്കുക. ഈ സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ദൃശ്യാർത്ഥം? സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ദൃശ്യേ സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? സൈൻ എക്സ് മൈനസ് വൈ ആണോ? അല്ല. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് ആണ് ആരായിട്ട് മാറുന്നത്? സൈൻ ക്യൂബ് പൈ ബൈ 2 മൈനസ് എക്സ്. അത് ക്ലിയർ ആയോ ദൃശ്യക്ക്? ഓക്കെ. ഇനി പ്ലസ് 1 നമ്മൾ പഠിച്ചിട്ടുണ്ട്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ആരാ ദൃശ്യേ? അറിയോ ആർക്കെങ്കിലും? കോസ് എക്സ്. സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് കോസ് എക്സ് ആണെങ്കിൽ സൈൻ പൈ ബൈ 2 മൈനസ് എക്സ് ദ ഹോൾ ക്യൂബ് എന്തോ വരും? കോസ് ക്യൂബ് എക്സ് എന്തോ വരും? ബൈ കോസ് ക്യൂബ്. അങ്ങനെയാണെങ്കിൽ ഈ ഡിനോമിനേറ്ററിലെ ആദ്യത്തെ ടേം എന്തോ വരും? ഡിനോമിനേറ്ററിലെ ആദ്യത്തെ ടേം കോസ് ക്യൂബ് എക്സ് പ്ലസ് അപ്പൊ ഡിനോമിനേറ്ററിലെ രണ്ടാമത്തെ ടേമോ സൈൻ ക്യൂബ് എക്സ്. കാരണം കോസ് പൈ ബൈ 2 മൈനസ് എക്സ് ആരാ? സൈൻ. ഇക്വേഷൻ നമ്പർ 2. ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇവിടം വരെ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. തൊട്ട് മുമ്പേ പഠിച്ച കണക്കിനകത്തിൽ നിങ്ങൾ നാലാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തതുപോലല്ല ഇവിടെ ചെയ്യുന്നത്. ഇവിടെ ചോദ്യം ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ ക്യൂബ് എക്സ് എ ബൈ സൈൻ ക്യൂബ് എക്സ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ് ആയിരുന്നു നമ്മുടെ ചോദ്യം. അവിടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തപ്പോൾ ഗോപികയെ നമ്മുടെ ചോദ്യം എന്തായി മാറി? അതായത് നമ്മുടെ ചോദ്യം ഒന്ന് വായിച്ചേ. സ്ക്രീനിൽ ഇടതുവശത്ത് ഏറ്റവും മുകളിൽ കിടക്കുന്ന ആളിനെ ഒന്ന് വായിച്ചേ. ഇന്റഗ്രൽ 0 to പൈ ബൈ 2 സൈൻ ക്യൂബ് എക്സ് ബൈ സൈൻ ക്യൂബ് എക്സ് എ പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡി എക്സ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ നാലാമത്തെ പ്രോപ്പർട്ടി ഒക്കെ അപ്ലൈ ചെയ്ത് ഇപ്പൊ ഒരു സ്റ്റെപ്പിലെത്തി നിൽക്കുന്നത്. അതൊന്ന് വായിച്ചേ. ഇന്റഗ്രൽ 0 to പൈ ബൈ 2 കോസ് ക്യൂബ് എക്സ് എ ബൈ കോസ് ക്യൂബ് എക്സ് പ്ലസ് സൈൻ ക്യൂബ് എക്സ് ഡി എക്സ്. ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമോ? വീണ്ടും അപ്ലൈ ആണോ പ്രോപ്പർട്ടി? അല്ല. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇനി ഞാൻ പറയുന്ന പരിപാടിയാണ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യം ഓക്കെ ആയോ? നിങ്ങൾ ചെയ്യേണ്ടത് 1ഉം 2ഉം ഇക്വേഷൻസ് തമ്മിൽ അങ്ങോട്ട് ആഡ് ചെയ്യണം. എന്ത് ചെയ്യണം? എഴുതുക. ഇക്വേഷൻ നമ്പർ 1 പ്ലസ് ഇക്വേഷൻ നമ്പർ 2 ഇംപ്ലൈസ്. ഗോപികെ, ഒന്നാമത്തെ ഇക്വേഷന്റെ LHS എന്തായിരുന്നു ഗോപികെ? ഇന്റഗ്രൽ 0 to അല്ല, ഐ. 2ന്റെ LHS എന്തുവാ?
ഐ തന്നെ ഈക്വൽ 1ന്റെ RHS അതിൽ അവസാനത്തെ അറ്റത്തെ ആളെ വായിക്കണ്ട, ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻ വായിക്കാം. Integral 0 to pi by 2 ആ sin cube xa by sin cube xa by sin cube x plus cos cube x. sin cube xa plus cos cube x dx പ്ലസ് ഇനി 2ന്റെ RHS Integral 0 to pi by 2 cos cube xa by cos cube x plus sin cube x cos cube xa plus sin cube x dx. dx. ഇതിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല സർ. ഓക്കെ, ഐ പ്ലസ് ഐ എന്ത് വരും ഗോപികെ? 2i. ഇനി എല്ലാവരും സ്ക്രീനിലോട്ട് നോക്കിക്കേ. ഇതിന്റെ രണ്ടിന്റെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഒന്ന് തന്നെ അല്ലേ? ആണ് സർ. ആണ്. അങ്ങനാണെങ്കിൽ കല്യാണി നമുക്ക് ഇങ്ങനെ 2 ഇന്റഗ്രൽ ആയിട്ട് എഴുതുന്നതിന് പകരം എന്ത് ചെയ്യാൻ പറ്റും? ഒറ്റ ഇന്റഗ്രൽ ആയിട്ട്. അപ്പൊ ഒന്ന് പറഞ്ഞ കല്യാണി പറഞ്ഞു എഴുതിക്കോ. ഇന്റഗ്രൽ 0 to pi by 2 sin cube x by sin cube x plus sin cube xa by sin cube x plus cos cube x sin cube xa plus cos cube x plus cos cube x by cos cube x xa by cos cube x plus sin cube x cos cube xa plus sin cube x dx. ഈ സ്റ്റെപ്പ് എല്ലാവർക്കും മനസ്സിലായോ? മനസ്സിലായി സർ. ഇതിൽ നമ്മുടെ ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുമ്പോഴല്ലേ തൊട്ട് മുകളിലത്തെ സ്റ്റെപ്പ് കിട്ടുന്നത്? അതെ സർ. അപ്പൊ 2i is equal to ഇന്റഗ്രൽ 0 to pi by 2. ഈ ബ്രാക്കറ്റിനകത്ത് കൂട്ടാനുള്ള രണ്ടുപേരെ നിങ്ങൾ നോക്കിക്കേ, എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോന്ന്? ഡിനോമിനേറ്റർ സെയിം ആ. ഡിനോമിനേറ്റർ സെയിം ആയ രണ്ടുപേരെ എങ്ങനെ ആഡ് ചെയ്യുന്നേ? ന്യൂമറേറ്റർ തമ്മിൽ കൂട്ടി എഴുതി. അപ്പോ സൈൻ ക്യൂബ് എക്സ് പ്ലസ് കോസ് ക്യൂബ് എക്സ് ഡിനോമിനേറ്റർ അതുപോലെ തന്നെ എഴുതി. ഇനി ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്ത് പറഞ്ഞേ. sin cube xa plus cos cube x. sin cube xa plus cos cube x the whole into dx. അപ്പോൾ 2i is equal to ഇന്റഗ്രൽ 0 to pi by 2. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കണ്ടിട്ട് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? രണ്ടും സെയിം ആണ്. സെയിം. അപ്പൊ ക്യാൻസൽ ചെയ്ത് പോട്ടെ. എന്തോ ഒരു ഉത്തരം 1 dx എന്ന് കിട്ടും. ഇവിടം വരെ ഓക്കെ ആണോ എല്ലാവർക്കും? ആണോ? പറഞ്ഞാട്ടെ. അപ്പോ 2i is equal to ഇന്റഗ്രൽ 1 dx ആരാ? x to the limit 0 to pi by 2. 0 to pi by 2. അപ്പോൾ 2i is equal to കാശിനാഥ പറഞ്ഞാട്ടെ ബാക്കി. pi by 2 minus 0. pi by 2 minus 0. അപ്പോൾ 2i is equal to pi by 2. pi by 2. അപ്പൊ ഐയുടെ വില pi by 4. ഓക്കെ. അപ്പൊ ആൻസർ കിട്ടിയോ? ആൻസർ കിട്ടിയോ? കിട്ടി സർ. അപ്പോ ഒരു സെക്കൻഡ് അഞ്ജു, ഇതാ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിക്കേ, എക്സസൈസിലെ ക്വസ്റ്റ്യൻ ആണോ എന്ന്. അല്ല സർ. അല്ലയോ? അല്ല. ഇതേപോലെ ചോദ്യമേ ഇല്ല. ഈ സെയിം നമ്പറിലുള്ളതില്ല, അല്ലാതെ ഉണ്ട്. അതെന്തുവാ? ഇന്റഗ്രൽ 0 to pi by 2 cos 5x dx by sin 5x plus cos 5x. റേസ് ടു 5 ഉണ്ട്. എക്സാമ്പിളിനകത്തിലെങ്ങാനും ഉണ്ടോ ഇതേ ക്വസ്റ്റ്യൻ? ക്യൂബിന്റെ എക്സാമ്പിൾ ക്വസ്റ്റ്യൻസിൽ എവിടെങ്കിലും ഉണ്ടോന്ന്? ഇല്ല. ഇല്ല. ഓക്കെ, ശരി. അപ്പൊ എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. എന്നിട്ട് വേണം നമുക്ക് അടുത്തൊരു കണക്കിലേക്ക് പോകാം. ഓക്കെ, എഴുതിക്കോളൂ. ഇനിയത്തെ ഒരു ചോദ്യം ഇവിടെ നിന്ന് ചോദിച്ചിരിക്കുന്നത് 2022 സെയിലാണ്. 2022 സെയിൽ. ചോദ്യം പറയട്ടെ.
പറഞ്ഞു സർ. ആ എഴുതിക്കോളൂ. ഇന്റഗ്രൽ 0 to a root xa by root xa plus root of a minus x dx. 2 മാർക്കിന്റെ ചോദ്യമാണ്. എത്ര മാർക്കിന്റെയാണ്? 2 മാർക്കിന്റെ. ഞാനൊരു 5 മിനിറ്റ് സമയം തന്നാൽ നിങ്ങൾക്കൊന്ന് സ്വന്തമായി ട്രൈ ചെയ്ത് നോക്കാമോ? നോക്കാം സർ. ശരി, അപ്പൊ നമുക്ക് നജ ചെയ്ത ഒന്നാമത്തെ സ്റ്റെപ്പ് പറഞ്ഞ്. Sir, let I is equal to ഒരു സെക്കൻഡ് ഞാൻ എഴുതിക്കോട്ടെ. I is equal to integral 0 to a root x by root x plus root of a minus x. Dx is equal to integral 0 to a f of x dx. f of x dx. ഓക്കെ, ഇക്വേഷൻ നമ്പർ എത്ര എന്ന് വിളിച്ചു? 1. ഇനി എത്രാമത്തെ പ്രോപ്പർട്ടിയാണ് നജ ഇവിടെ അപ്ലൈ ചെയ്തത്? Property 4. അപ്പൊ യൂസിങ് പ്രോപ്പർട്ടി 4 Integral 0 to a again I is equal to integral 0 to a f of a minus 0 dx. a minus 0 ആണോ? a minus 0 ആണോ? അതെ. ഒന്നും ആലോചിച്ച് നോക്കിയേ. a minus x. a minus x dx is equal to integral 0 to a പറഞ്ഞാട്ടെ 0 a root of a minus x by a minus xa by root of a minus x plus root of a minus xa plus root of a minus x. a minus x dx. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല സർ. ഈക്വൽ ഇന്റഗ്രൽ 0 to a സർ ഞാൻ അവിടെ വരെ ചെയ്തു. ഇനി ബാക്കി അപ്പൊ എന്നോട് എഴുതിക്കോ. a മൈനസ് എക്സ് നമ്മൾ അങ്ങനെ തന്നെ എഴുതി. റൂട്ട് ഓഫ് a മൈനസ് എക്സ് ബൈ റൂട്ട് ഓഫ് a മൈനസ് എക്സ് പ്ലസ് റൂട്ട് ഓഫ് നവമിയുടെ അഭിപ്രായം എന്ന് പറഞ്ഞാട്ടെ ബാക്കി സ്റ്റെപ്പിനെ കുറിച്ച്. നവമി ഇല്ല. പൂജ സാർ ഒരു സെക്കൻഡ്, നവമിയുടെ മൈക്ക് ഓൺ ആയിട്ടുണ്ട്. പറഞ്ഞാട്ടെ നവമി ഇതിന്റെ ബാക്കി സ്റ്റെപ്പ്. നവമിക്ക് സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കാണാം. പറഞ്ഞാണ്ട് ഇതിന്റെ ബാക്കി സ്റ്റെപ്പ്. നേരത്തെ കാണാൻ വയ്യായിരുന്നു, ഞാനത് കുറച്ച് നീങ്ങി നിക്കുവായിരുന്നു. ഇതിന്റെ ബാക്കി സ്റ്റെപ്പ് പറ. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കണം. a മൈനസ് a പ്ലസ് മൈനസ് അകത്തോട് ഗുണിക്കുന്നു. അപ്പൊ എന്ത് കിട്ടും? a മൈനസ് a പ്ലസ് എക്സ്. a മൈനസ് a പ്ലസ് എക്സ് dx. ഓക്കെ, അപ്പൊ ദിസ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to a പറഞ്ഞു നവമി. റൂട്ട് a മൈനസ് എക്സ് ബൈ റൂട്ട് a മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് dx. റൂട്ട് a മൈനസ് എക്സ് ബൈ റൂട്ട് a മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ്. രണ്ട് ഈ പ്ലസ് എയും ഈ മൈനസ് എയും കൂടെ എന്തായി പോകും? മിണ്ടുന്നില്ല. എന്തായി പോകും? ക്യാൻസൽ ആയി പോകും. ഇതിനെ നമ്മൾ എന്ത് വിളിക്കുക? ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, നജയുടെ ഡൗട്ട് ഇവിടം വരെ ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. അപ്പൊ ചോദ്യം തുടങ്ങുന്നിടത്ത് കിടക്കുന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ 4ാമത്തെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്ത് ഇതിനെ ഇങ്ങനെയൊക്കെ മാറ്റി എഴുതി വെച്ചത്. പക്ഷെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ കിട്ടിയ ആളിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല സർ. ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും പൂജേ? സർ ഇക്വേഷൻ 1നെയും 2നെ ആഡ് ചെയ്യും. അപ്പൊ എഴുതിയാട്ടെ. ഇക്വേഷൻ നമ്പർ 1 പ്ലസ്
ഇക്വേഷൻ നമ്പർ 2. പറഞ്ഞോ പൂജ്യ സ്റ്റെപ്പ്. ഇക്വേഷൻ നമ്പർ I 1 പ്ലസ് plus ഇക്വേഷൻ I. നമ്പർ 2 implies I plus I equals Ah. integral 0 to a 0 to a root x the Ah. whole divided by Ah. root x plus Mm. root of a minus x dx a minus x dx plus plus integral 0 to a Ah. root of a minus x root of a minus x the whole divided by root of a minus x Mm. plus root x dx plus root x dx. ബുദ്ധിമുട്ടെന്തെങ്കിലും? അപ്പൊ i പ്ലസ് ഐ എന്തോ പൂജേ? 2i 2i is equal to ഇതിന്റെ രണ്ടിന്റെയും ലിമിറ്റ്സ് ഓഫ് ഇന്റഗ്രേഷൻ ഒരാൾ തന്നെ അല്ലേ? answer അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? integral 0 to a Ah. root x plus root of a minus x ലിമിറ്റിനകത്ത് റൂട്ട് എക്സ് പ്ലസ് root of a minus x റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് പ്ലസ് plus root of a minus x Mm. by root of x എ മൈനസ് എക്സ് പ്ലസ് റൂട്ട് എക്സ് ഡി എക്സ്. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല സർ. ഇല്ല. അപ്പൊ 2i is equal to ഇന്റഗ്രൽ 0 to a. ഈ ബ്രാക്കറ്റിനകത്ത് രണ്ട് ഫ്രാക്ഷൻ ആഡ് ചെയ്യാനല്ലേ പൂജേ? ആൻസർ ആ ഫ്രാക്ഷൻ എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ്. യു അങ്ങനെ പറയരുത്. ഡിനോമിനേറ്റർ സെയിം ആണ്. ന്യൂമറേറ്റർ എങ്ങനെ സെയിം ആകുന്നത്? ഡിനോമിനേറ്റർ അല്ലേ ഉള്ളൂ സെയിം ആയിട്ടുള്ളത്. ആൻസർ അപ്പൊ നമുക്ക് ഒറ്റ ഡിനോമിനേറ്റർ ആക്കി എഴുതാം. റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഒറ്റ ഡിനോമിനേറ്റർ ആയി. ഇനി ന്യൂമറേറ്ററിന് പകരം റൂട്ട് എക്സ് പ്ലസ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ദ ഹോൾ ഇൻറ്റു ഡി എക്സ്. അപ്പോ 2i is equal to ഇന്റഗ്രൽ 0 to a. ഈ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കണ്ടിട്ട് പൂജയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത തോന്നുന്നുണ്ടോ? രണ്ടും സെയിം ആണ്. സെയിം. അപ്പൊ എന്ത് സംഭവിക്കും? 1 dx എന്ന് കിട്ടും. അപ്പോൾ 2i is equal to x to the limit 0 to a 0 to a. അപ്പൊ 2i is equal to a minus 0. അപ്പൊ 2i is equal to a. So i is equal to a by 2. ഇപ്പോ എല്ലാവരുടെയും ഡൗട്ട് മാറിയോ? ഇപ്പോൾ എല്ലാവരുടെയും ഡൗട്ട് മാറിയോ? മാറി സർ. ഓക്കെ.